ഇന്നത്തെ മലയാള മനോരമ ദിനപത്രത്തിൽ UDFനെ കുറിച്ച് ഒരു വാർത്തയുണ്ട്. ഇന്നത്തെ മലയാള മനോരമ എന്ന് വെച്ചാൽ 2026 മെയ് 6-ാം തീയതിയിലെ മലയാള മനോരമ ദിനപത്രത്തിൻ്റെ 11-ാം പേജിലാണ് വാർത്ത. വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: സർക്കാർ തലത്തിൽ അടിമുടി പരിഷ്കരണം വരും, മാറാതെ വയ്യ. സ്വാഭാവികമാണ്, ഒരു സർക്കാർ മാറി മറ്റൊരു സർക്കാർ വരുമ്പോൾ സർക്കാർ തലത്തിൽ അടിമുടി മാറ്റം വരും. ചീഫ് സെക്രട്ടറിയെ മാറ്റാൻ കഴിയില്ല. ചീഫ് സെക്രട്ടറിയുടെ കാലാവധി കഴിയുന്നതുവരെ സർക്കാർ കാത്തിരിക്കും. ജൂൺ മാസത്തിൽ ചീഫ് സെക്രട്ടറിയുടെ കാലാവധി കഴിയും. അതോടൊപ്പം തന്നെ സുപ്രധാനമായ പോസ്റ്റുണ്ട് എന്ന് വെച്ചാൽ DGPയെ അത്ര പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല അവിടെ നിന്ന്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ മാറ്റമുണ്ടാകില്ല. എന്നാൽ ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ അഴിച്ചുപടി ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമേയില്ല. അത് സ്വാഭാവികമാണ് താൻ. ഈ തലക്കെട്ടിന് ശേഷം മറ്റൊരു തലക്കെട്ടുണ്ട്. അതാണ് ഏറ്റവും സുപ്രധാനം. സാമ്പത്തിക പ്രതിസന്ധി, പ്രഖ്യാപിച്ചതൊക്കെ നടപ്പാക്കുക എളുപ്പമല്ല. അവിടെയാണ് വാർത്തയുടെ കാതൽ. സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിൽ അതിരൂക്ഷമാണ് എന്നും അതുകൊണ്ട് പ്രഖ്യാപിച്ച കാര്യങ്ങൾ UDF പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പാക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല എന്നുമാണ് മലയാള മനോരമ പറയുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നു, പക്ഷെ നടക്കില്ല എന്ന് ഇപ്പോഴേ പറഞ്ഞു വെക്കുകയാണ് മലയാള മനോരമ. എന്ന് വെച്ചാൽ UDFന് രക്ഷപ്പെടാനുള്ള വഴി തുറന്നു കൊടുക്കുന്നു എന്നർത്ഥം. ഇനി UDF ഇത് സംബന്ധിച്ച് എന്ത് തീരുമാനമെടുക്കും എന്നതേ അറിയാനുള്ളൂ. ഇനി വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊന്ന് നോക്കാം. 102 സീറ്റുമായി അധികാരത്തിലെത്തിയ UDF സർക്കാരിനെ കാത്തിരിക്കുന്നത് സുഗമമായ ഭരണമല്ല. നന്നായി ഭരിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് പണമാണ്. സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനാൽ വിഭാവനം ചെയ്യുന്ന പദ്ധതികൾ നടപ്പാക്കാൻ വളരെ പെട്ടെന്ന് കഴിയണമെന്നില്ല. തെരഞ്ഞെടുപ്പിന് മുൻപ് UDF പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടി നടപ്പാക്കുന്നതിനും ധനം സമാഹരിക്കേണ്ടി വരും. കേന്ദ്രത്തിൽ നിന്നുള്ള സാമ്പത്തിക സഹായം ലഭിക്കാനിടയില്ലെന്ന് മാത്രമല്ല, കിട്ടേണ്ട വിഹിതം പോലും വാങ്ങിയെടുക്കാൻ വലിയ സമ്മർദ്ദം തന്നെ വേണ്ടിവരും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ചില നിർണായക തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുമെന്നുറപ്പാണ്. 100 ദിന കർമ്മ പദ്ധതികൾ പ്രഖ്യാപിക്കുകയെന്ന കീഴ്വഴക്കവും തുടരാനാണ് സാധ്യത. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ സർക്കാരിനെ നേരിടാനായി ഉയർത്തിയ വിമർശനങ്ങളും നടത്തിയ പ്രഖ്യാപനങ്ങളും ഇനി സ്വന്തം നിലയ്ക്ക് എങ്ങനെ UDF സർക്കാർ കൈകാര്യം ചെയ്യുമെന്ന ആകാംക്ഷയുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന വാർത്തയാണ്. കിഫ്ബിയിൽ മാറ്റമുണ്ടാകും, ആനുകൂല്യങ്ങളിൽ വർധനവുണ്ടാകും, അന്വേഷണ പരമ്പര വരാൻ സാധ്യതയുണ്ട്, തലപ്പത്ത് വലിയ മാറ്റങ്ങൾ നടക്കും, അച്ചടക്ക നടപടി ഉണ്ടാകും, പുതിയ നിയമനങ്ങൾ ഉണ്ടാകും എന്നതിനെക്കുറിച്ചൊക്കെയുള്ള വിവിധ വിശദീകരണ വാർത്തകളാണ് നൽകിയിരിക്കുന്നത്. UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രഖ്യാപിച്ചിരുന്നു. PSC റാങ്ക് ലിസ്റ്റിലെ 1-ാം റാങ്കുകാർക്ക് പോലും നിയമനം ലഭിക്കാത്ത പ്രശ്നങ്ങളും പല നേതാക്കളും ഉയർത്തി. ഇക്കാര്യങ്ങളിലൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ തീരുമാനമെടുക്കേണ്ടി വരും. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നടക്കമുള്ള വാഗ്ദാനങ്ങളുടെ കാര്യത്തിലും വൈകാതെ തീരുമാനം വരാം. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവും പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കലും സമയബന്ധിതമായി നടപ്പാക്കേണ്ടി വരും എന്നാണ് വാർത്തയിൽ പറയുന്നത്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. അതുകൊണ്ട് ഇതൊക്കെ എങ്ങനെ നടപ്പാക്കും എന്ന ചോദ്യമാണ് മലയാള മനോരമ ചോദിക്കുന്നത്. പ്രഖ്യാപിച്ച കാര്യങ്ങളൊന്നും നടക്കാൻ സാധ്യത വളരെ വളരെ കുറവാണ്. ഏറ്റവും പ്രധാനം മെയ് 15-ന് നടപ്പാക്കുമെന്ന് നേരത്തെ തന്നെ KC വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ വീട് കയറിയുമൊക്കെ പറഞ്ഞ കാര്യമുണ്ട്. അത് KSRTCയിൽ സ്ത്രീകളുടെ യാത്ര സൗജന്യമാക്കും എന്നാണ്. എല്ലായിടത്തേക്കും സ്ത്രീകൾക്ക് ഇനി യാത്ര ചെയ്യാം. KSRTCയിൽ ഒരു പൈസ കൊടുക്കേണ്ടതില്ല എന്ന്. 250-300 കോടി രൂപ വരും മാസം. KSRTCക്ക് ഈ തുക സർക്കാർ നൽകുമോ? നൽകിയില്ലെങ്കിൽ KSRTC 2 മാസത്തിനകം പൂട്ടിപ്പോകുമെന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അത്തരം വളരെ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് സർക്കാരിന്. മെയ് മാസം 15-ന് എന്തായാലും നടക്കില്ല. അതിനുശേഷം എന്ത് നടക്കും എന്നതേ അറിയാനുള്ളൂ. മെയ് മാസം 15-ന് മുമ്പ് സർക്കാർ അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് എന്നതുകൊണ്ട് തന്നെയാണ് പറയുന്നത് മെയ് മാസം 15-നകം കാര്യങ്ങളൊന്നും നടക്കില്ല. അതിനുശേഷം എപ്പോൾ നടക്കും എന്നതേ ഇനി അറിയാനുള്ളൂ. അതും നടക്കാൻ സാധ്യതയില്ല എന്നാണ് മലയാള മനോരമ തന്നെ പറയുന്നത്. പ്രഖ്യാപിച്ചതൊക്കെ നടപ്പാക്കുക എളുപ്പമല്ല എന്ന മലയാള മനോരമയുടെ വാക്കുകളിലുണ്ട് UDF എന്ത് ചെയ്യാൻ പോകുന്നു എന്നത്. സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന് പറഞ്ഞ് പ്രഖ്യാപനങ്ങളിൽ നിന്നെല്ലാം പിന്നോട്ട് പോകാനാണോ പുതുതായി അധികാരത്തിൽ വരുന്ന സംസ്ഥാന സർക്കാർ UDF സർക്കാർ തയ്യാറാകുക എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അതുമാത്രമേ UDFന്റെ മുന്നിൽ വഴിയുള്ളൂ.
എന്നാണ് പറഞ്ഞു വെക്കുന്നത് മലയാള മനോരമ ദിനപത്രം. മലയാള മനോരമയാണ് പറയുന്നത് എന്നതുകൊണ്ട് UDFിൻ്റെ തീരുമാനങ്ങൾ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് മലയാള മനോരമയിലെ വാർത്തകളെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒന്നുകിൽ മലയാള മനോരമ പറയുന്ന വഴിയെ സർക്കാർ പോകും, അതല്ലെങ്കിൽ മലയാള മനോരമ പറയുന്ന കാര്യങ്ങൾ സർക്കാർ നടപ്പാക്കും. അതാണ് രീതി. അതാണ് UDFിൻ്റെ ഘടകകക്ഷിയെ പോലെയാണ് കേരളത്തിലെ പ്രമുഖ പത്രങ്ങളൊക്കെ പ്രവർത്തിച്ചത് കഴിഞ്ഞ കാലങ്ങളിൽ എന്നത് നമ്മുടെ മുന്നിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് ഈ വാർത്തയും അങ്ങനെ പെട്ടെന്ന് തള്ളിക്കളയേണ്ട കാര്യമില്ല. കോൺഗ്രസിൻ്റെ UDFിൻ്റെ പ്രഖ്യാപനങ്ങളെല്ലാം ഒരു ജലരേഖയായി മാറും എന്ന് പറയുകയാണ് മലയാള മനോരമ ചെയ്യുന്നത്.